تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب കർത്താവിന്റെ അടിമകൾക്ക് ദാഹവും വിശപ്പും എല്ലാവർക്കും തുല്യമാണെന്നുള്ള ഉത്തമമായ ബോധ്യം നോമ്പുകൊണ്ട് സമൂഹം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ആത്യന്തികമായും നോമ്പുകൊണ്ട് ഉണ്ടാകേണ്ടത് ഈമാനും വഹ്തിസാബും എന്ന രണ്ട് കാര്യത്തിലായിരിക്കണം നമ്മൾ ശ്രദ്ധ. ഒന്ന്, വിശ്വാസത്തോടുകൂടെയുള്ള നോമ്പുകൾ, വഹ്തിസാബൻ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള നോമ്പായിരിക്കണം. എല്ലാവരും പട്ടിണി കിടക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അതുകൊണ്ട് ഞാനും ഒഴിവാക്കുന്നു എന്നുള്ളതല്ല. ഇത് അല്ലാഹുവിനരികിൽ ചെല്ലുമ്പോൾ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിൽ 30ാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനം നിർവഹിക്കുകയാണ്. മലയാളം മറുനാട്ടിലേക്ക് ഉപജീവനം തേടിയെത്തിയപ്പോൾ ഒറ്റപ്പെടലുകളും അന്യത്വവും അവരെ ഏകാന്തതയിലേക്കും സങ്കടക്കടലിലേക്കും വഴി നടത്തിയ കാലം. തൊഴിലിനപ്പുറം മറ്റൊരു ചിന്തയോ ചിന്താ സാധ്യതയോ ഇല്ലാതിരുന്ന കാലം. അപൂർവം തമ്മിൽ കാണുന്ന മലയാളിയുടെ വാക്കാലുള്ള ആശ്വാസ വചനങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ലാത്ത ലോകം. നാട്ടിലെ ദാരിദ്ര്യം അറേബ്യയുടെ സുഭിക്ഷതയിലേക്ക് കൊണ്ടെത്തിച്ച കാലം. എല്ലാം സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ. എല്ലാം വെടിഞ്ഞ് മണൽക്കാട്ടിലെത്തി. ഇല്ലായ്മകളോടും വല്ലായ്മകളോടും പൊരുത്തപ്പെട്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ ഒറ്റയാൾ പ്രയത്നങ്ങൾ നടത്തി കഷ്ടപ്പെട്ട കാലം. അന്ന് അവിടെ മലയാളിക്ക് ഒരുമിക്കാനും പരിശ്രമിക്കാനും പ്രയത്നിക്കാനും സേവനം ചെയ്യാനും നേടിയ നന്മയെ നാടിനുകൂടി പകുത്തു നൽകാനും മറുനാട്ടിലൊരു മലയാളി കൂട്ടായ്മ. കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ KMCC. നിർവചിക്കാൻ കഴിയാത്ത വിധം അനന്തവിശാല മണ്ഡലങ്ങളിൽ KMCC പ്രവർത്തിക്കുന്നതിനാൽ KMCCയെ പരിചയപ്പെടുത്തുക അക്ഷരക്കൂട്ടുകൾ കൊണ്ട് അസാധ്യമാണ്. ആ നാമം ഉല്ലേഖനം ചെയ്യപ്പെടാത്ത പ്രതലങ്ങളില്ല. ഇവിടെ ജിസാനിൽ KMCC പ്രവൃത്തിപഥത്തിൽ കർമ്മനിരതമായി 30 ആണ്ട് തികയുമ്പോൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ സേവന പ്രവർത്തനങ്ങൾക്ക് ജിസാനിൽ KMCC വേദിയൊരുക്കുകയാണ്. പിന്നിട്ട പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയും അവലോകനം നടത്തിയും പുതിയ കാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തും 30-ലെത്തിയ സുന്ദര സുദിനത്തിൽ കൂടുതൽ പദ്ധതികൾ സമർപ്പിച്ചും ഈ 30ാം വാർഷികം സമുചിതമായി ആഘോഷിക്കപ്പെടുമ്പോൾ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ജിസാൻ KMCC 30ാം വാർഷികാഘോഷ ലോഗോ പ്രകാശനവും തലവാചകത്തിന്റെ സമർപ്പണവും ഇവിടെ നടത്തപ്പെടുകയാണ്. റംസാനിൽ പുണ്യദിനത്തിൽ ഒരുമിച്ചിരിക്കാനും സ്നേഹം പകുത്തു നൽകി നോമ്പു തുറക്കാനും തമ്മിൽ കാണാനും പറയാനും മിണ്ടാനും ഈ വേദി സാക്ഷ്യം വഹിക്കുമ്പോൾ ഓളം ഞൊറിതീർത്ത തീരത്തട്ടിൽ അതിഥികളായെത്തിയ മുഴുവൻ സഹോദര സഹോദരിമാരെയും സാക്ഷിയാക്കി പ്രകാശിതമാവുകയാണ്. കരുതലിന്റെ 30 ആണ്ട് ഒറിസോൺ 2023 പ്രസന്റഡ് ബൈ ജിസാൻ KMCC സെൻട്രൽ കമ്മിറ്റി. കൊണ്ട് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് സാദിനെ ക്ഷണിക്കുന്നു. സെൻട്രൽ കമ്മിറ്റിയുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഇത്രയും വലിയ ഒരു ഇവന്റ്, മെഗാ ഇവന്റ് എന്നാണ് നമ്മുടെ അനൗൺസർമാർ ഈ ഇവന്റിനെ വിളിച്ചത്. അക്ഷരാർത്ഥത്തിൽ അത് മെഗാ തന്നെയായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയല്ല. 21 വർഷമായി അനുസ്യൂതം തുടർന്നു വരുന്ന പരിപാടിയും തീറ്റിക്കാനുമാണോ? ഒരിക്കലും അങ്ങനെ കരുതാൻ ന്യായമില്ല. നമ്മൾ ജീവിക്കുന്ന ആധുനിക വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എത്തിക്കേണ്ടതോ ഇല്ല. ഈ പരിപാടിയുടെ ലക്ഷ്യം സംഘടിക്കലും മാത്രമാണോ? KMCCയെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്തെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ കൂട്ടായ്മയായ KMCCയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇവന്റ് നടത്തി അതിന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യവും സംഘടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ്, അല്ലെങ്കിൽ എന്തായിരിക്കേണ്ടതാണ് ഇഫ്താർ സംഗമത്തിന്റെ? ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഇവിടെ സംഘടിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കേണ്ടതാണ്? അത് നമ്മളെല്ലാവരും ഒന്നിച്ച് തോളോട് തോൾ ചേർന്നിരിക്കുന്നത് പോലെ മനസ്സുകൾ പരസ്പരം ചേർത്ത് 1993 ജിസാനിൽ തുടക്കം കുറിച്ച ജിസാൻ KMCC ജിസാനിലെ പ്രവാസി സമൂഹത്തിന് മതവും ജാതിയും രാഷ്ട്രീയവും നോക്കാതെ ഓരോ പ്രവാസിയുടെയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടി രാത്രിയോ പകലോ എന്നില്ലാതെ അതിന്റെ സാമ്പത്തികം നോക്കാതെ മരണമുണ്ടാകുമ്പോൾ അപകടമുണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തിക്കൊണ്ട് രക്തം നൽകേണ്ടതാണെങ്കിൽ രക്തം നൽകിക്കൊണ്ട് മറവ് ചെയ്യേണ്ടതാണെങ്കിൽ മറവ് ചെയ്തുകൊണ്ട് ആ മയ്യത്ത് നാട്ടിലേക്ക് അയക്കേണ്ടതാണെങ്കിൽ അത് നടപ്പാക്കിക്കൊണ്ട് ജിസാനിലെ ഈ 4 അക്ഷരം നമ്മൾ ചർച്ച ചെയ്യുകയായി. ലോകത്തെ കീഴടക്കിയ കോവിഡ് വന്നപ്പോൾ ഇന്ത്യയിലെ ഭരണകൂടവും കേരളത്തിലെ മന്ത്രിമാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും എല്ലാം വിളിച്ച ഒരു പേരുണ്ട്, KMCC എന്ന 4 അക്ഷരം. അതീവകാരുണ്യ പ്രവർത്തനങ്ങൾ. കോവിഡ് സമയത്ത് നമുക്കറിയാം, പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിച്ച നൂറുകണക്കിന് ആളുകൾക്ക് മരുന്നുകൾ എത്തിച്ചുകൊണ്ട് അവർ റൂമിന്റെ അകത്ത് നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ വിളിച്ചപ്പോൾ അവർക്ക് ഭക്ഷണത്തിന്റെ കിറ്റുകൾ സ്വകാര്യമായി അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് പാരമ്പര്യമുള്ള സ്ഥാപനങ്ങൾക്കും സെൻട്രൽ കമ്മിറ്റിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സെൻട്രൽ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഒരുപാട് ആളുകളുടെ നിരന്തരമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഇവന്റ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കും സഹായം നൽകിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട്